ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു അച്ചാറിൻ്റെതാണ്. ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് മത്തി അഥവാ ചാള വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നാട്ടിൽ ധാരാളമായിട്ട് മത്തി വാങ്ങിടുന്ന സമയമാണ്, നല്ല വില കുറവുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം അച്ചാറിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മത്തി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ക്ലീൻ ചെയ്തിട്ട മത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മത്തി 2-3 കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിയ മത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പം ചെറിയ മത്തിയൊക്കെയാണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മീനിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത മസാല നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാല മീനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മസാല എല്ലാം മീനിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ മസാല എല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. 5-6 മണിക്കൂറിന് ശേഷം മീനൊന്ന് വറുത്തെടുക്കണം. മീൻ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പെട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം. മീനിൻ്റെ 2 സൈഡും ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും മീനെല്ലാം പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ ഇടുമ്പോഴത്തേക്കും മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മീൻ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. മീൻ ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. എണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം. അച്ചാർ ആയതുകൊണ്ട് കുറച്ച് ദിവസം കേടാകാതെയൊക്കെ ഇരിക്കാനായിട്ട് എണ്ണ ഇത്തിരി കൂടുതൽ എടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. ഉലുവ കൂടിപ്പോയത് 1/4 ടീസ്പൂൺ മതി, കാരണം നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടിയും കൂടി ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കണം, അപ്പോൾ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും 2 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാലും എണ്ണയുടെ ചൂടുകൊണ്ട് പൊടികളെല്ലാം പാകത്തിന് മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ദിവസം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വിനാഗിരി ഉപയോഗിക്കാം. വിനാഗിരി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും. ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. വിനാഗിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് വീണ്ടും നല്ലതുപോലെ തിളപ്പിക്കണം.
എനിക്ക് അച്ചാറിൽ കുറച്ച് ഗ്രേവി വേണം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വെള്ളം ചേർത്തില്ലെങ്കിൽ അച്ചാർ ഭയങ്കര ഡ്രൈ ആയിരിക്കും. വെള്ളം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഗ്രേവി നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടിപ്പോകാതിരിക്കാനായിട്ട്. നമ്മൾ മീൻ വറുത്ത സമയത്ത് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. മീൻ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കാം. കാണുമ്പോഴത്തേക്കും വെള്ളം കൂടുതലുള്ള പോലെ തോന്നും. അത് കുഴപ്പമില്ല. കുറച്ച് സമയം കുക്കാകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വരും. അച്ചാറിൻ്റെ എരിവും പുളിയെല്ലാം ക്രമീകരിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അച്ചാറൊന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അച്ചാർ നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. കൂടുതൽ ദിവസം ഉപയോഗിക്കാനുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമായി നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമിലർ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.